ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ വെക്കുന്ന ടെക്സ്റ്റുകൾ ഉണ്ടല്ലോ. എല്ലാ ടെക്സ്റ്റുകളും നമുക്ക് ഒരേ വലുപ്പത്തിൽ വെക്കാൻ പറ്റില്ല. ടെക്സ്റ്റുകളെല്ലാം ഒരേ സൈസിൽ വെച്ച് കഴിഞ്ഞാൽ വ്യൂവേഴ്സിന് അതിൽ ഏതാണ് പ്രാധാന്യം ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ടെക്സ്റ്റുകളെ നിങ്ങൾ 3 പാർട്ടായിട്ടാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത്. ഒന്നാമത്തേത് ഹെഡിങ്, രണ്ടാമത്തേത് സബ് ഹെഡിങ്, മൂന്നാമത്തേത് ബോഡി ടെക്സ്റ്റ്. ഹെഡിങ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പോസ്റ്ററിലൂടെ എന്ത് കാര്യമാണോ വളരെ പ്രാധാന്യത്തോടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു കാര്യത്തിനെയാണ് ഹെഡിങ് എന്ന് പറയുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് വലുതാക്കിയിട്ടായിരിക്കും അതിൽ കാണിക്കുന്നുണ്ടാവുക. ഒരു പോസ്റ്ററിലെ ഏറ്റവും വലിയ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹെഡിങ് ആയിരിക്കും. രണ്ടാമത്തത് സബ് ഹെഡിങ്. അതായത് ഈ ഒരു ഹെഡിങ് കണ്ടതിന് ശേഷം ആളുകൾക്ക് ഓട്ടോമാറ്റിക്കലി അതിന്റെ ഡീറ്റെയിൽസ് അറിയാനായിരിക്കും താല്പര്യം ഉണ്ടാകുക. അത്തരത്തിലുള്ള ഡീറ്റെയിൽസുകളാണ് നമ്മൾ സബ് ഹെഡിങ് ആയിട്ട് കൊടുക്കേണ്ടത്. ഇത്തരത്തിൽ ആ ഒരു ഹെഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ് ഹെഡിങ് കൂടി ഉൾപ്പെടുത്തുക. അതിനുശേഷമാണ് ബോഡി ടെക്സ്റ്റ് നമ്മൾ ഉൾപ്പെടുത്തുക. ഈ ഒരു ബോഡി ടെക്സ്റ്റിൽ കൂടുതലായിട്ടും മറ്റുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും ഉൾപ്പെടുത്തുന്നുണ്ടാവുക. ഒരുപക്ഷെ അത് നിങ്ങളുടെ വെബ്സൈറ്റോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയോ നിങ്ങളുടെ നമ്പേഴ്സൊക്കെ കൊടുക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു ബോഡി ടെക്സ്റ്റിൽ വരുന്നത്. നിങ്ങളൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രൊഫഷണൽ ഹൈറാർക്കിയാണ് ടെക്സ്റ്റിന്റെ കാര്യത്തിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. എന്ന് പറയുന്നത് ഒരു വലിയ സ്കില്ലൊന്നുമല്ല. പക്ഷെ നിങ്ങൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴാണ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പോസ്റ്റർ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.